ആദ്യം ഒരു ഹെഡിങ് എഴുതിക്കോ, വേവ് ഒപ്റ്റിക്സ് എന്ന് എഴുതിക്കോ, വേവ് ഒപ്റ്റിക്സ് എന്ന് എഴുതിക്കോ. എല്ലാവരും വേവ് ഒപ്റ്റിക്സ് എന്ന് എഴുതിക്കോ. വേവ് ഒപ്റ്റിക്സ് എന്ന് എഴുതിക്കോ, വേവ് ഒപ്റ്റിക്സ്. അതിനകത്ത് ആദ്യം എഴുതേണ്ടത്, സബ് ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത് വേവ് ഫ്രണ്ട് എന്ന് എഴുതിക്കോ, വേവ് ഫ്രണ്ട് എന്ന് എഴുതിക്കോ, വേവ് ഫ്രണ്ട്, വേവ് ഫ്രണ്ട് എന്ന് എഴുതിക്കോ. ഇറ്റ് ഈസ് ദ locus of points having same phase of oscillation. എന്താന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം ഞാൻ നോട്ട് എഴുതി. ഓസിലേഷൻ, ഈ ലോക്കസ് ഓഫ് പോയിന്റിന്റെ അവിടെ ബ്രാക്കറ്റിൽ വേവ്ലെറ്റ്സ് എന്ന് കൂടെ കൊടുത്തേക്കണേ. വേവ്ലെറ്റ്സ്. ഞാൻ വേവ്ലെറ്റ്സ് എന്താന്ന് പറയാം. എ വേവ്ലെറ്റ് ഈസ് ദ പോയിന്റ് of disturbances due to propagation of light. Propagation of light. അപ്പോൾ ഞാൻ ഈ വേവിന്റെ കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ. അതായത് നമ്മൾ ഒരു റേ എന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, നിങ്ങളിപ്പം ഒരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളുടെ ഒരു ബൾബ് നമ്മൾ ജസ്റ്റ് ഒരു ബൾബ് നമ്മൾ ഹാങ് ചെയ്യുവാന്ന് വിചാരിച്ചു. ഈ ബൾബിന്റെ വെട്ടം എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ട്യൂബ് ആണെങ്കിൽ നോക്കിയോ, ട്യൂബ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ റൂമിൽ ട്യൂബ് കാണുമല്ലോ, LED ട്യൂബ് എന്തെങ്കിലും കാണും. നിങ്ങൾ ആ LED ട്യൂബിന്റെ വെട്ടം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഫിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഈ ഭാഗത്ത് ഇരുട്ടായിരിക്കും, ഈ ഭാഗത്തും ഇരുട്ടായിരിക്കും. ബാക്കിയുള്ള എല്ലായിടത്തും എന്ത് ചെയ്യും, ഇതിന്റെ വെട്ടം കണ്ട ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അടിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആണോ എന്നൊന്ന് പറഞ്ഞ. ആദിത്യ ഇരിക്കുന്ന റൂമിൽ ട്യൂബ് ഉണ്ടോ? ഉണ്ട്. ആ ട്യൂബിന്റെ വെട്ടം ഒന്ന് നോക്കി. ആ ട്യൂബിന്റെ ഇപ്പം ട്യൂബ് മുകളിലാണോ, മുകളിലത്തെ റൂഫിലാണോ, അതോ ഭിത്തിയിലാണോ, സൈഡ് ഭിത്തിയിലാണോ, വോളിലാണോ? റൂഫിലാണോ? സൈഡ് വോള്. ആ ട്യൂബിലോട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ ട്യൂബ് ഇരിക്കുന്നത്. ട്യൂബിന്റെ ഈ ഭാഗത്തും ഇരുട്ടല്ലേ എന്ന് നോക്കി. ആണ്. വെട്ടം അടിക്കുന്നത് കണ്ടോ, ഈ ഡയറക്ഷനിലായിരിക്കും വെട്ടം പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുവരെ ഈ വെട്ടത്തിൽ നിന്ന് ഒരു സിംഗിൾ റേ എടുത്തു വെച്ചിട്ടാണ് അത് ലെൻസിലോട്ടും അല്ലെങ്കിൽ മിററിലോട്ടും ഒക്കെ വന്ന് വീഴുകയും അതിന്റെ റിഫ്രാക്ഷനും റിഫ്ലക്ഷനും ഒക്കെ സംഭവിക്കുന്നുള്ള കാര്യം പഠിച്ചതെങ്കിൽ, ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടോ, ഇതിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഒരു വേവ് അല്ല, ലക്ഷക്കണക്കിന് വേവുകൾ. അതായത് ഒരു റേ നമ്മൾ ഇതുവരെ സിംഗിൾ റേ തന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്തെങ്കിൽ, ഇനി ഈ റേനെ ഇങ്ങനെയല്ല കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഒരു വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ വേവിന്റെ പ്രത്യേകത ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനിപ്പോ ആകെ 5-6 വരയ്ക്കുന്നുള്ളൂ. പക്ഷെ കോടിക്കണക്കിന് ലൈറ്റ് റേസ്, ലൈറ്റ് വേവ്സ് ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ വെട്ടം എവിടൊക്കെ വീഴുന്നോ ആ വെട്ടം വീഴുന്ന ഡയറക്ഷനിലോട്ടെല്ലാം വേവ് പോകും. പക്ഷെ വേവ് ഇങ്ങനെ അല്ല ഇരിക്കുന്നത്. വേവിലെ ഒരു കോമൺ പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാണ്, ഞാൻ ആ ട്യൂബിനെ ഇങ്ങനെ ഒന്ന് വരയ്ക്കാൻ പോകണം. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളിത് വരയ്ക്കുക ഒന്നും വേണ്ട. ഞാൻ ഇങ്ങനെ, ഇതാണ് ട്യൂബ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ട്യൂബിന്റെ ഞാൻ തൽക്കാലം ഈ ഡയറക്ഷനിലോട്ടുള്ള വേവ്സ് മാത്രമേ തൽക്കാലം കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ട്യൂബിൽ നിന്ന് ഇവിടെ നിന്നൊരു വേവ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതുണ്ട് ഇവിടുന്ന് അടുത്ത റേസ് ഇതുണ്ടോ, അടുത്ത റേ ഇതുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റേ ഇതുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റേ ഇതുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ സിംഗിൾ റേ ആയിട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. പക്ഷെ നമ്മൾ ഇത് കൺസിഡർ ചെയ്യാൻ പോകുന്നത് വേവ് ഫ്രണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇതേലെ ഒരു കോമൺ പോയിന്റ് എടുക്കുകയാണ്. കണ്ടോ, ഈ ഇതേലെ ഞാനൊരു കോമൺ പോയിന്റ് ഇവിടെ എടുത്തു, ഇവിടെ ഒരു കോമൺ പോയിന്റ് എടുത്തു, ഇവിടെ ഒരു കോമൺ പോയിന്റ് എടുത്തു. നോക്കിയോ, അതായത് എല്ലാ വേവിലെയും കണ്ടോ, എല്ലാ വേവിലെയും ടോപ്പിൽ ഏതാണ്ട് ഒരേപോലത്തെ ഒരേ പൊസിഷനിൽ ഇതിങ്ങനെ മുകളിലോട്ട് കണ്ടോ, മുകളിലോട്ട് ഒരു പോയിന്റ് എടുത്തു. എന്നിട്ട് ഇതിനെ എല്ലാം ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവിടത്തെ വേവ് ഫ്രണ്ട്. ഇനി അടുത്തൊരു കോമൺ പോയിന്റ് എടുക്കാം, ഇവിടെ എടുത്തു, അതേ പൊസിഷനിൽ തന്നെ അപ്പുറത്തൊരു പോയിന്റ് എടുക്കാം, അതേ പൊസിഷനിൽ തന്നെ അപ്പുറത്തെ വേവിൽ എടുക്കാം, അപ്പുറത്തെ വേവ് കണ്ടോ, ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് അവിടത്തെ ഒരു വേവ് ഫ്രണ്ട്. അപ്പൊ ഇത് പോകുന്ന സമയത്ത് ഒരു സിംഗിൾ റേ ആയിട്ട് പോകാതെ എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെ ഇതോടെയാ പോകുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ നേരത്തെ സിംഗിൾ റേ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത് റേ ഒപ്റ്റിക്സ് എങ്കിൽ, ഇവിടെ നമ്മൾ എന്താണ് ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ പോകുന്ന രീതിയിൽ, ഇതാണ് ഒരു വേവ് ഫ്രണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ വേവ് ഫ്രണ്ട് എന്താണെന്നുള്ളതാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഏത് പോയിന്റ് വേണേൽ വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യാം. എല്ലാ പോയിന്റിലും ഇവിടുന്ന് ഒരു വേവ് ഫ്രണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇങ്ങനെ വന്ന് കണ്ടോ ഈ ഡയറക്ഷൻ ഇങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട്. ആ വേവ് എൻഡ് ചെയ്യുന്നിടം വരെ പോകും. അപ്പം ഇനി മുതൽ നിങ്ങൾ വേവ് ഫ്രണ്ട് ആയിട്ടായിരിക്കും ഇതിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, അല്ലാതെ സിംഗിൾ റേ ആയിട്ടല്ല. അതാണ് ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ റേകളെല്ലാം, ഈ റേസിനെ എല്ലാം ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു കോമൺ പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈൻ ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വേവ് ഫ്രണ്ടിനെ കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾ ഒരു കല്ലെടുത്തിട്ട് നിങ്ങൾ ഒരു കുളത്തിലിട്ടു. അപ്പൊ എങ്ങനെയാണ്? റേ പോലെയാണ് ഉണ്ടാകുന്നത്, അല്ല ചുറ്റിനും ആണ്. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇതെന്താ, ഇത് അവിടെ ഉണ്ടാകുന്ന വട്ടത്തിലുണ്ട്, സർക്കുലാർ വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ സ്പെരിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലാതെ ഒരു സിംഗിൾ റേ പോലെയാണോ ഉണ്ടാകുന്നത്? അല്ല. പക്ഷെ അവിടെയും സിംഗിൾ റേ ഉണ്ടാവുന്നുണ്ട്, അവിടെയും സിംഗിൾ റേ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ, എല്ലാ ഡയറക്ഷനിലോട്ടും സിംഗിൾ വേവ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ എന്തായിട്ടാണ് എടുക്കുന്നത്? നമ്മൾ അതിനെ കണ്ടോ വേവ് ഫ്രണ്ട്, ഇതിന്റെ കോമൺ പോയിന്റ് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു വട്ടം വരയ്ക്കും, ഇതൊരു വേവ് ഫ്രണ്ട്. അടുത്ത ഒരു കോമൺ പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഒരു വട്ടം വരയ്ക്കും, അതാണ് അവിടുത്തെ വേവ് ഫ്രണ്ട്. മനസ്സിലായോ? അപ്പം ഈ വേവ് ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലൈറ്റ് റേ, നമ്മൾ ലൈറ്റിന്റെ കേസിലെ കാര്യങ്ങളാണ് പറയുന്നത്, വെള്ളത്തിന്റെ കേസിലല്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഈ ട്യൂബിന്റെ വെട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന റൂമിൽ ഒരു ട്യൂബ് ഇടുകയാണെങ്കിൽ ആ ട്യൂബിന്റെ എഡ്ജിൽ വെട്ടമില്ല, എഡ്ജിൽ ഇരുട്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഒരു വോൾസിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ട്യൂബ് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിലും ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഇരുട്ടായിരിക്കും. വെട്ടം അടിക്കുന്നത് അതായത് ബാക്കിയുള്ള എല്ലാ ഡയറക്ഷനിലും വെട്ടം അടിക്കും. അതായത് ഈ ഒരു ഡയറക്ഷൻ മാത്രം, വോൾസിൽ ഈ ഒരു ഡയറക്ഷൻ മാത്രം ഒഴിച്ച് ബാക്കി ഇങ്ങോട്ടും ഈ ഡയറക്ഷനിലോട്ടും എല്ലാ ഡയറക്ഷനിലോട്ടും എന്ത് ചെയ്യും, വെട്ടം അടിക്കും. പക്ഷെ ഇവിടെ മാത്രം വെട്ടം അടിക്കത്തില്ല, കാരണം അവിടെ അങ്ങോട്ട് വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ വേവ് ഉണ്ടാകുന്നത് ഒരിക്കലും ഈ പറഞ്ഞ സിംഗിൾ റേ ആയിട്ടാണ് നമ്മൾ റേ ഒപ്റ്റിക്സ് പഠിച്ചതെങ്കിൽ, ഇവിടെ ലക്ഷക്കണക്കിന് റേ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ലക്ഷക്കണക്കിന് റേ ആയിട്ടും കൂടിയല്ല പഠിക്കുന്നത്, ലക്ഷക്കണക്കിന് റേയിലെ സെയിം പോയിന്റുകൾ ചേർത്തിട്ട് നമ്മൾ ഒരു വേവ് ഫ്രണ്ട് വരയ്ക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത്. നോക്കിയോ, ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്. കണ്ടോ, വേവ്ലെറ്റ്സ്, അതിനെ ഓരോ പോയിന്റിനും വേവ്ലെറ്റ്സ് എന്നാ പറയാ. ഹാവിങ് സെയിം ഫേസ്. കണ്ടോ, എല്ലാം ഞാൻ നേരത്തെ വരച്ച വേവിനകത്ത് ഒരു വേവ് ഇങ്ങനെ വരച്ചു, അടുത്ത വേവ് ഇങ്ങനെ വരച്ചു, അടുത്ത റേ ഇങ്ങനെ വരച്ചു, അടുത്ത റേ ഇങ്ങനെ വരച്ചു. ഇതിലെ എല്ലാം കോമൺ പോയിന്റ് ചേർത്തിട്ടല്ലേ ഞാൻ എന്ത് ചെയ്തത്, ഇതിലെ കോമൺ പോയിന്റ് ചേർത്തിട്ടല്ലേ ഞാൻ എന്ത് ചെയ്തത്, ഒരു വേവ് ഫ്രണ്ട് ആക്കിയത് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഏത് വേണേൽ ചെയ്യാം. ഇപ്പൊ ഈ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ അതേ സെയിം, കണ്ടോ, സെയിം ഫേസ് ഉള്ളതാ. കണ്ടോ, സെയിം ഫേസിലാ ഇവരുടെ ഈ വേവിന്റെ ഒക്കെ നമ്മൾ എന്താണ് നമ്മുടെ AC ജനറേറ്ററിനകത്ത് അല്ലെങ്കിൽ AC ഇതിനകത്ത് നമ്മൾ പഠിച്ചു സെയിം ഫേസ് ഡിഫറൻസ് എന്താന്നുള്ള കാര്യം പഠിച്ചു. ഇവരെല്ലാം ഒരേ ഫേസിലായിരിക്കും. ഒരു ലൈറ്റ് റേ അല്ലെങ്കിൽ ഒരു ട്യൂബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവുകളെല്ലാം ഒരേ ഫേസിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പം എന്നാലും അവിടെ എന്താ, നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഇത് അടുത്ത വേവ് ഫ്രണ്ടാണ്, ഇതൊരു വേവ് ഫ്രണ്ടാണ്. ഇനി ഇവിടെ നിങ്ങൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരേ പോയിന്റാ, ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഇതും ഒരു വേവ് ഫ്രണ്ടാണ്.
മനസ്സിലായോ? അപ്പൊ ഇനി മുതൽ റേ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, പകരം വേവ് ഫ്രണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. ഈ വേവ് ഫ്രണ്ട് എങ്ങനെയാ ഉണ്ടാകുന്നത്? റേ എല്ലാം കൂടെ കൂടി നിന്നിട്ട് ആ റേയിലെ ഒരു കോമൺ, എല്ലാ റേയിലെയും ഒരേ പോയിന്റുകൾ ചേർത്തിട്ട് ഒരു വര വരച്ചിട്ടാണ് ഇതുണ്ടാകുന്നത്. പ്ലസ് ഒരു കാര്യം കൂടെ ചിന്തിക്കണം, എപ്പോഴും ഈ വേവ് ഫ്രണ്ടും ഈ റേയും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതായത് നിങ്ങൾ വരയ്ക്കുന്ന വേവ് ഫ്രണ്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ആ റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? നിങ്ങൾ ഒരു 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 ബൾബ് ഇടുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒരു ബൾബ് ഇടുന്ന സമയത്ത് അതിന്റെ വെട്ടം എങ്ങോട്ടൊക്കെ പോകുന്നു അങ്ങോട്ടെല്ലാം റേ ഉണ്ടാകുന്നുണ്ട്, അങ്ങോട്ടെല്ലാം വേവ് ലെറ്റുകൾ ഉണ്ടാകുന്നുണ്ട്, വേവ് ഫ്രണ്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു വട്ടത്തിലുള്ള ലൈറ്റ് അല്ലെങ്കിൽ ഒരു സ്പെരിക്കൽ ലൈറ്റ്, എർത്ത് പോലെ ഇരിക്കുന്ന നിങ്ങളുടെ ചിലപ്പം നിങ്ങളുടെ ടേബിളിൽ വെക്കുന്ന ഒരു ലാമ്പ്, അത് ചിലപ്പോൾ വട്ടത്തിലുള്ള ഒരു 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 ലൈറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചോ. സ്പെരിക്കൽ, വട്ടം മീൻസ് സ്പെരിക്കൽ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അത് നാനാ ദിക്കിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ എന്താണ് വേവ് ഫ്രണ്ടുകൾ പോകുന്നുണ്ട്. അപ്പം ആ വേവ് ഫ്രണ്ട് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരയ്ക്കും? നോക്കി, ഇങ്ങനെ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ വേവ് ഫ്രണ്ടുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഈ ഡയറക്ഷനിൽ വേവ് ഫ്രണ്ടുകൾ ഉണ്ടാകുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ വേവ് ഫ്രണ്ടുകൾ ഉണ്ടാകുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ വേവ് ഫ്രണ്ടുകൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ എല്ലാ ഡയറക്ഷനിലും വേവ് ഫ്രണ്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇതെല്ലാം വേവ് ഫ്രണ്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് വേവ് നിങ്ങൾ വരച്ചിട്ട്, ഇപ്പം ഞാൻ ഒരു 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 സ്പെരിക്കലിന്റെ ഒരു കേസ് പറഞ്ഞു, ഇത് ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ട് കത്തിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം കത്തുകയുള്ളൂ, ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനൊരു വട്ടത്തിലുള്ള, എനിക്ക് 3 ഡയമെൻഷനിൽ വരയ്ക്കാനൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ പറ്റുന്ന പോലെ ഇതൊരു വട്ടത്തിലുള്ള ലൈറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ വട്ടത്തിലുള്ള ലൈറ്റിന്റെ ഈ പ്ലെയിനിലുള്ള വേവുകളും റേകളും ഞാൻ വരയ്ക്കാൻ പോവാണ്. അപ്പൊ നോക്കിയോ, അപ്പൊ ഈ പ്ലെയിനിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് ഉണ്ടാവും ഇല്ലേ? അടുത്ത വേവ് ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാവും, അടുത്ത വേവ് ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാവും, അടുത്ത വേവ് ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിന് റേയും ഉണ്ട്. നോക്കിയോ, ഇങ്ങനെ ഒരു, കണ്ടോ, ഇങ്ങനെയാണ് ആ റേ പോകുന്നത്, കണ്ടോ, ഇങ്ങനെ വേവ് ഫോമിൽ ഇങ്ങോട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കി, ഇങ്ങനെ വന്ന് കണ്ടോ ഇങ്ങോട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സൈഡിലോട്ട് നോക്കി ഇങ്ങനെ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ വന്ന് ഇങ്ങോട്ടുണ്ട്. കണ്ടോ, എല്ലാ ഡയറക്ഷനിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? റേകളും ഉണ്ടാകുന്നുണ്ട്. ആ റേയിലെ ഒരു കോമൺ പോയിന്റ്, നമ്മളിപ്പം റേയിലെ ഒരു കോമൺ പോയിന്റ് എടുക്കുക. നോക്കിയോ, ഞാൻ ഈ പോയിന്റ് എടുത്തു, അടുത്ത റേയിലെ ഈ പോയിന്റ് എടുത്തു, അടുത്ത റേയിലെ ഈ പോയിന്റ്, അടുത്ത റേയിലെ ഈ പോയിന്റ്, അടുത്ത റേയിലെ ഈ പോയിന്റ് എടുക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അടുത്തതും ആ റെയിലേലെ ഞാനാണെങ്കിൽ അതിന്റെ ഒരു ക്രസ്റ്റ്, അതായത് ഒരു വേവിന് എന്തുണ്ടാവും? ഒരു വേവിന് ഉറപ്പായിട്ട് ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഉണ്ടാവും. ഞാൻ അടുത്ത പോയിന്റ് എടുക്കുകയാണ്, ആ വേവിലെ തന്നെ ഒരു ട്രഫ് പോയിന്റ് എടുക്കുകയാണ്. അത് തൊട്ടടുത്ത റെയിലിയൻ ട്രഫ് പോയിന്റ് എടുക്കുന്നു. ആ ട്രഫ് പോയിന്റ് എല്ലാം കൂടെ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ എനിക്ക് അവിടുത്തെ രണ്ടാമത്തെ വേവ് ഫ്രണ്ട് കിട്ടുന്നു. മനസ്സിലായോ? ഇത് ഈ ഡയറക്ഷനിൽ മാത്രമല്ല, ഇതൊരു സ്പെരിക്കൽ വെട്ടമാണ്. സ്പെരിക്കൽ വെട്ടമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അതിന്റെ നാനാ ദിക്കിലോട്ടും എന്തുണ്ട്? വെട്ടം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വേണേൽ കൺസിഡർ ചെയ്യാം. ഇതൊരു വേവ് ഫ്രണ്ട്, ഇതടുത്ത വേവ് ഫ്രണ്ട്, ഇതടുത്ത വേവ് ഫ്രണ്ട്. ഈ പ്ലെയിനിലും നിങ്ങൾക്ക് വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിലും ഈ ഡയറക്ഷനിലും എന്തുണ്ട്? ഇങ്ങോട്ടും റേസ് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? ഇങ്ങനെയും റേസ് ഉണ്ടാവുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായിക്കോണം. ഇനി വേണം നിങ്ങൾക്ക് ഈ പ്ലെയിനിലും കൺസിഡർ ചെയ്യാം. കണ്ടോ, ഈ പ്ലെയിനിലും കൺസിഡർ ചെയ്യാം. കാരണം അങ്ങോട്ടും വെട്ടം പോകുന്നുണ്ടല്ലോ, എല്ലാ ഡയറക്ഷനിലോട്ടും വെട്ടം പോകുന്നില്ലേ? ഈ ഡയറക്ഷനിൽ നിങ്ങൾക്ക് വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അവിടുത്തെ റേസ് എല്ലാം എങ്ങനെയായിരിക്കും? അവിടുത്തെ റേസ് എല്ലാം തന്നെ ഇങ്ങനെയായിരിക്കും പോകുന്നത്. കണ്ടോ? അപ്പൊ നമുക്ക് ഒരു ട്യൂബിന്റെ വെട്ടം എങ്ങനെ പോകുന്നോ ആ ഡയറക്ഷനിലെല്ലാം വേവ് ഫ്രണ്ടുകളും വേവ് റേ, അല്ലെങ്കിൽ വേവ്സ് ഒരു സിംഗിൾ റേ ആയിട്ടൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഈ കാര്യം മനസ്സിലായ ആൾക്കാർ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അറിയാത്ത ആൾക്കാർ മസ്റ്റ് ആയിട്ടും എന്നോട് ചോദിക്കുക കേട്ടോ. അറിയാത്ത ആൾക്കാർ ഇത് മസ്റ്റ് ആയിട്ടും എന്നോട് ചോദിക്കുക. അപ്പം സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുക, കാരണം ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുക കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ ക്ലാസ് കുറച്ച് സമയം എടുക്കും, ബാക്കിയുള്ള എല്ലാം ഇച്ചിരി സ്പീഡിൽ അങ്ങ് പോവേ. ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്പീഡിൽ പോകും. അപ്പം വേവ് ഫ്രണ്ട് നമുക്ക് പല രീതിയിലുണ്ടാവാം. നമുക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള ലൈറ്റ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്?
ട്യൂബിനെ നിങ്ങൾ ഭിത്തിയെ പിടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ട്യൂബ് വേണ്ട ഇങ്ങനെയല്ലേ ഇരിക്കുക ആണല്ലോ. അതിന് ഫ്രെയിം ഒന്നും ഇല്ല, ജസ്റ്റ് ട്യൂബ് അതിനകത്തെ വെട്ടം മാത്രമാണ് ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് വെട്ടണം? ഈ ഒരു ഡയറക്ഷൻ ഒഴിച്ച് ബാക്കി ഉള്ള എല്ലാ ഡയറക്ഷനും സിലിണ്ടറിക്കൽ ഫോമിലായിരിക്കും ഇവിടെ ലൈറ്റ് റേസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവാം. എല്ലാ ഡയറക്ഷനും ഉണ്ടാവും. നിങ്ങൾ ഇനി ഒരു വട്ടത്തിലുള്ള, ഇപ്പൊ ഞാൻ ഇപ്പൊ കൺസിഡർ ചെയ്തതുപോലെയുള്ള ഒരു ലൈറ്റ് സോഴ്സ് ആണ് കൺസിഡർ ചെയ്തെങ്കിൽ ഇതിനെ പോയിന്റ് സോഴ്സ് എന്നാ പറയാ. അപ്പൊ അത് എന്തോ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡയറക്ഷൻ പറ്റും, ഈ ഡയറക്ഷൻ പറ്റും, ഈ ഡയറക്ഷനിലോട്ട് വേവ് ഫ്രണ്ട് ഉണ്ടാവും, ഈ ഡയറക്ഷനിലോട്ട് വേവ് ഫ്രണ്ട് ഉണ്ടാവും. അതിനർത്ഥം ഇങ്ങോട്ട് 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 ഈ എല്ലാ ഡയറക്ഷനിലോട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫുട്ബോൾ എടുത്തിട്ട് ആ ഫുട്ബോളിൽ നിങ്ങൾക്ക് എത്ര മുട്ടുസൂചി പെർപെൻഡിക്കുലർ ആയിട്ട് കുത്തി വെക്കാൻ പറ്റുമോ ആ ഡയറക്ഷനിലെല്ലാം എന്താണ് വെട്ടം പോകുന്ന ഡയറക്ഷൻ എന്നുള്ള കാര്യം മനസ്സിൽ ചിന്തിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വേവ് ഫ്രണ്ടുകൾ അതല്ല, ഇപ്പം ഇതിന്റെ വേവ് ഫ്രണ്ട് ആയിരിക്കത്തില്ല ഇതിന്റെ വേവ് ഫ്രണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ടൈപ്പ്, ഇപ്പൊ സൂര്യന്റെ വെട്ടം എങ്ങനെയാ വരുന്നത്? സൂര്യന്റെ വെട്ടം ഇപ്പൊ ഇത് സൂര്യനാണെങ്കിൽ സൂര്യൻ ഒരു സ്പെരിക്കൽ സോഴ്സ് ആണ്, പക്ഷേ നമ്മൾ സൂര്യനിൽ നിന്നും ഒത്തിരി കിലോമീറ്റർ ദൂരെയാണ് വരുന്നത്. അപ്പൊ സൂര്യന്റെ വെട്ടം നമുക്കറിയാലോ, സൂര്യന്റെ വേവ് ഫ്രണ്ട് നമുക്കറിയാം നമ്മളിലേക്ക് വരുന്നത് ചിലപ്പം ഈ സൈഡിലെ, അതായത് സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ സൂര്യന്റെ ഈ സൈഡിലെ വെട്ടം മാത്രമാണ് നമ്മളിലേക്ക് എത്തുന്നത്, അതായത് പകുതി. അപ്പൊ പകുതി വേവ് ഫ്രണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഈ ഡയറക്ഷനിൽ ഇങ്ങനെ കുറെ വേവ് ഫ്രണ്ടുകൾ ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ ഇത് മോളിൽ, അതായത് ഞാനിപ്പം ഒരു ജനലിന്റെ ഇതുപോലെ ഇരിക്കും. നിങ്ങളുടെ വീട്ടിലെ ജനലിന് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ ജനലിന്റെ കമ്പികൾ പോകുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും സൂര്യനിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് ഭൂമിയിൽ പതിക്കുന്നത്. കാരണം എന്താ? എല്ലാ ഡയറക്ഷനിലും എന്തുണ്ട്? അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാമേ, നോക്കിയോ. അതും കൂടെ ഒന്ന് നോക്കിയോ, അതും കൂടെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതിനെ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. നോക്കിയോ, ഇവിടെ സൂര്യന്റെ പകുതി മാത്രമേ നമുക്ക് അപ്പുറത്ത് ഇരുട്ടാണല്ലോ അല്ലെ? അപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിലേക്ക് എത്തുന്നത് ഒരു പകുതി ഇതിന്റെ വെട്ടം മാത്രമാണ്, ബാക്കി അപ്പുറത്തോട്ടല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂര്യന്റെ വെട്ടം ഇങ്ങനെ കൺസിഡർ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ കുറെ വേവ് ഫ്രണ്ടുകൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? ഇനി അതേപോലെ തന്നെ ഇങ്ങനെ വേവ് ഫ്രണ്ടുകൾ കുറെ ഉണ്ടാവുന്നുണ്ടല്ലോ. കണ്ടോ, ഇങ്ങനെ വേവ് ഫ്രണ്ട് കണ്ടോ, ഇതിൽ നിന്ന് വേവ് പുറത്തോട്ട് വരുമ്പോൾ ഇങ്ങനെയാ വരുന്നത്. ഇത് ദൂരോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു പ്ലെയിൻ ആയിട്ട് മാറും. ഇതൊരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ടോ ഇങ്ങനെയുള്ള വേവ് ഫ്രണ്ടുകളും ഇങ്ങനെയുള്ള വേവ് ഫ്രണ്ടുകളും മാറും. ഡിസ്റ്റൻസ് കൂടുന്തോറും അതങ്ങ് ഫ്ലാറ്റ് ആയിട്ട് മാറും എന്നുള്ള കാര്യം അങ്ങ് ആലോചിച്ചിരിക്കും. മനസ്സിലായോ? അപ്പം ദൂരോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു പ്ലെയിൻ ആയിട്ട് മാറും. കണ്ടോ, ഇങ്ങനെ തൊട്ടടുത്ത് വരുമ്പോൾ വേവ് ഫ്രണ്ടുകളെല്ലാം ഏകദേശം ആ സൈഡിലുള്ള വേവ് ഫ്രണ്ടുകൾ എല്ലാം തന്നെ ഇങ്ങനെ ഇരിക്കും. എന്നാൽ ദൂരോട്ട് വരുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറും? കണ്ടോ, അതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ട് മാറും എന്നുള്ള കാര്യം ചിന്തിക്കുക. അവർ വരുമ്പോഴേ ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അവരോട് പറയാം. അല്ലാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പം സൂര്യന്റെ വെട്ടം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ 3 രീതിയിലുള്ള വേവ് ഫ്രണ്ടുകളെ പറ്റി പഠിച്ചു. അതായത് ഒരു സിലിണ്ടറിക്കൽ ഫോമിൽ വരുന്ന വേവ് ഫ്രണ്ട് ഉണ്ട്, സ്പെരിക്കൽ ഫോമിൽ വരുന്ന വേവ് ഫ്രണ്ട് ഉണ്ട്, അതേപോലെ പ്ലെയിൻ ഫോമിൽ വരുന്ന വേവ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഇത് മൂന്ന് ടൈപ്പ് വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ അതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഡിപ്പെൻഡിങ് ഓൺ, എഴുതിക്കോ, അടുത്ത ഡോട്ട് ഇട്ട് എഴുതിക്കോ. ഡിപ്പെൻഡിങ് ഓൺ ഓൺ ദ ഷേപ്പ് of source of light. Wave front can be of 3 types. Generally 3 type ആണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് spherical wave front ആണ്. spherical wave front ആണ്. spherical wave front നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരു റബ്ബർ ബോൾ പോലെയുള്ള ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വേവ് ഫ്രണ്ടുകളെല്ലാം സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ നമുക്ക് അത് ഞാൻ വരയ്ക്കുമ്പോൾ ഒറ്റ പ്ലെയിനിലുള്ള മാത്രമേ വരയ്ക്കത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ വരച്ച് കാണിച്ചപ്പോൾ എല്ലാ പ്ലെയിനിലും അത് റേസ് ഉണ്ടാവും, അതിനനുസരിച്ച് എല്ലാ പ്ലെയിൻസിലും വേവ് ഫ്രണ്ടുകൾ ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ ഞാൻ വരച്ച് കാണിച്ചെങ്കിലും ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഒറ്റ പ്ലെയിനിലുള്ള വേവുകളും വേവ് ഫ്രണ്ടുകളും മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം എഴുതുക, when the source of light is a point source, the wave front is a sphere.
വിത്ത് സെൻഡർ ആസ് ദ സോഴ്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ വരയ്ക്കാം. ഇതൊരു പോയിന്റ് സോഴ്സ് ആണ്. ഓക്കെ, പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒരു റബ്ബർ ബോൾ ആണ് കൺസിഡർ ചെയ്യണം. റബ്ബർ ബോളിന്റെ ഫോമിലുള്ള ഒരു ലൈറ്റ് സോഴ്സ്. ഓക്കെ ആണല്ലോ. അതിന്റെ ഞാനിപ്പം ഈ പ്ലെയിനിലുള്ള, അതായത് നമ്മളിപ്പോൾ നോക്കുന്ന ആ പ്ലെയിനിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിന്റെ പ്ലെയിൻ, നിങ്ങളുടെ സ്ക്രീനിന്റെ പ്ലെയിനിലുള്ള വേവ്ലെറ്റുകളും വേവ് ഫ്രണ്ടുമാണ് വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഞാൻ ആദ്യം അങ്ങ് വേവ് റേസ് വരച്ചിട്ടാണ് കേട്ടോ വേവ് ഫ്രണ്ടുകൾ വരയ്ക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യം എന്ത് വരയ്ക്കുകയാണ്, ആദ്യം വേവ് ഫ്രണ്ട് അങ്ങ് വരയ്ക്കുകയാണ്, പിന്നെ വേവ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നു. ഏകദേശം ഒരേ കോൺസ്റ്റന്റ് ദൂരത്തിൽ ഷേപ്പിലും നമ്മൾ അടുത്ത എന്താണ് വേവ് ഫ്രണ്ട്, രണ്ടാമത്തെ അതിന്റെ വേവ്ലെറ്റുകൾ വരയ്ക്കുന്നു, വേവ് ഫ്രണ്ട് വരയ്ക്കുന്നു. അടുത്തത് എന്താ, അതിന്റെ മൂന്നാമത്തേത് ഇങ്ങനെ വരയ്ക്കുന്നു, അടുത്തത് എന്താ, അടുത്തത് നാലാമത്തേത് അതിന്റെ നാലാമത്തെ ഇത് വരയ്ക്കുന്നു, വരയ്ക്കുന്നു. അടുത്തത് എന്താ, അഞ്ചാമത്തെ ഇങ്ങനെ. അഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരയ്ക്കാം, 3 4 അല്ലെങ്കിൽ പോട്ടെ 4 എണ്ണം മതി. ഇപ്പം വരച്ച് കുളമാക്കണ്ട. ഓക്കെ, അപ്പൊ ഈ പ്ലെയിനിലുള്ള വേവ് ഫ്രണ്ട് ആണ് വരയ്ക്കുന്നത്. അപ്പൊ എന്താ, ഇവിടെ വേവും കൂടെ വരയ്ക്കുക. ഈ ഡയറക്ഷനിൽ നോക്കിയോ, ഞാൻ ഒരു വേവ് വരയ്ക്കുമ്പോൾ ഒരു റേ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, റേ എപ്പോഴും വേവ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ അതിനെ ഫ്ലാറ്റ് ആയിട്ട് റേ ഒപ്റ്റിക്സിനകത്ത് വരച്ചെന്നേ ഉള്ളൂ, അങ്ങനെ അല്ല വരുന്നത്. എപ്പോഴും ഇങ്ങനെ ലൈറ്റ് ആണല്ലോ, ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. അപ്പൊ എപ്പോഴും ഒരു വേവ് ഫോമിലായിരിക്കും ലൈറ്റ് വരുന്നത്. ലൈറ്റ് റേസ് വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഡയറക്ഷനിലോട്ട് പോകുന്ന റേനെ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പോവാം. അതിന്റെ ക്രസ്റ്റും ട്രഫും ഉണ്ടാകും. അപ്പൊ അതിന്റെ ക്രസ്റ്റ് ഇങ്ങനെ, അതിന്റെ ട്രഫ് ഇവിടെ, ക്രസ്റ്റ് ഇങ്ങനെ, ട്രഫ് ഇവിടെ, ഇങ്ങനെ പോവാണ്. ഓക്കെ, അടുത്തത് ഇങ്ങോട്ടേക്കുള്ളത് അതുപോലെ തന്നെ വരയ്ക്കുന്നു. അതിന്റെ ക്രസ്റ്റ് മുകളിൽ ഇവിടെ വരുമ്പോൾ ട്രഫ് താഴെ, ക്രസ്റ്റ് മുകളിൽ കണ്ടോ, ട്രഫ് താഴെ വരയ്ക്കുമ്പോഴത്തേക്കും അതേപോലെ തന്നെ വരും. കണ്ടോ, അടുത്തത് കണ്ടോ, ക്രസ്റ്റ് താഴെ. ഇങ്ങനെ വരയ്ക്കുന്നു. അടുത്തതും അടുത്ത ഡയറക്ഷനിലോട്ട് എന്താ, ക്രസ്റ്റ് മുകളിലാണ്. അതായത് ക്രസ്റ്റ് ആദ്യത്തെ വേവ് ഫ്രണ്ട് ഉണ്ടായിരിക്കുന്നത് ആ വേവിന്റെ എല്ലാം ക്രസ്റ്റിലെ ഒരു പോയിന്റ് മീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നോക്കിയോ, അടുത്ത ട്രഫ്, ക്രസ്റ്റ്, ട്രഫ് ഇങ്ങനെ പോകുന്നു. അടുത്തതും ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. കണ്ടോ, ഇത് ട്രഫിന്റെ അവിടെ പോകുന്നു, ട്രഫ്, ക്രസ്റ്റ്, ട്രഫ്, ക്രസ്റ്റ് ഇങ്ങനെ പോകുന്നു. അടുത്തതും അതുപോലെ തന്നെ താഴെ വരുന്നു, മണ്ടയ്ക്ക് കണ്ടോ, ഇങ്ങനെ പോകുന്നു. മതി, തൽക്കാലം ഇത്രയും വരച്ചാൽ മതി. ഓക്കെ, അതായത് ഈ ഡയറക്ഷനിലാണ് ലൈറ്റ് റേസ് പോകുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് മാത്രമല്ല, ലക്ഷക്കണക്കിന് ലൈറ്റ് റേ ഇതിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ വരച്ച് കുളമാക്കണ്ട എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇനി നോക്കിയോ, ഞാൻ ആദ്യത്തെ വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ. ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്തിങ്ങനെ പച്ചയുള്ളതാണ് ആദ്യത്തെ വേവ് ഫ്രണ്ട്. ആദ്യത്തെ വേവ് ഫ്രണ്ട് എങ്ങനെ ഉണ്ടായത്, ആദ്യത്തെ അല്ലെങ്കിൽ പുറത്തോട്ട് വരുന്ന റേസിന്റെ ഒരേ ഫേസ് ഡിഫറൻസ് ഉള്ള ഒരേ വേവ്, അതായത് ഒരു വേവ് ഇങ്ങനെ പോവാണെങ്കിൽ അടുത്ത നമ്മൾ AC ത്രൂ റെസിസ്റ്റർ പഠിപ്പിച്ചപ്പോൾ വോൾട്ടേജിന്റെ വേവും അതേപോലെ തന്നെ കറണ്ടിന്റെ വേവും മണ്ടയ്ക്കല്ലേ വന്നത്. അതാണ് സെയിം ഫേസിലുള്ള വേവുകൾ എന്ന് പറയുന്നത്. അപ്പം ഇത് സെയിം ഫേസിലുള്ള വേവുകളാകാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഉള്ള വേവുകളാകാം എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സെയിം ഫേസിലുള്ള വേവുകളാണ്. സെയിം ഫേസിലുള്ള വേവുകളെ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ക്രസ്റ്റ് എല്ലാം കൂടെ മീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ്. കണ്ടോ, ഇതെല്ലാം ക്രസ്റ്റാ, നിങ്ങൾ നോക്കിക്കോ, എല്ലാം അതിന്റെ ക്രസ്റ്റാ. ഈ ക്രസ്റ്റ് എല്ലാം കൂടെ മീറ്റ് ചെയ്യിപ്പിച്ചാണ് ഞാൻ ആദ്യത്തെ വേവ് ഫ്രണ്ട് വരച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവിന്റെ ക്രസ്റ്റുകളെല്ലാം മീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ്. നോക്കിക്കോ, താഴ്ഭാഗം, അതായത് ആ വേവിന്റെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം എല്ലാം കൂടെ മീറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ വേവ് ഫ്രണ്ട് വരച്ചിരിക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ അതിന്റെ വീണ്ടും എന്താണ്, ക്രസ്റ്റ് ഇത് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. നാലാമത്തെ എന്ന് പറയുമ്പോൾ അതിന്റെ ട്രഫാണ്. നാലാമത്തെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് അതിന്റെ ട്രഫ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരൊറ്റ പ്ലെയിനിലുള്ള വേവ് ഫ്രണ്ട് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. എല്ലാ പ്ലെയിനിലും വേവ് ഫ്രണ്ട് ആണോ. നിങ്ങളൊരു ബൾബ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്ലെയിനിൽ മാത്രമേ വെട്ടം ഉണ്ടാകത്തുള്ളൂ, അത് നിങ്ങളുടെ മുറിയിൽ മൊത്തം കിട്ടത്തില്ലേ. അപ്പൊ എല്ലാ ഡയറക്ഷനിലോട്ടും എന്തുണ്ടാകുന്നുണ്ട്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഷേപ്പ് അനുസരിച്ച്. ഓക്കെ, ഇതായിരിക്കും അതിന്റെ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായെങ്കിൽ മനസ്സിലായോ, ഇത് ഓക്കെ ആണോ ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, മനസ്സിലായവരല്ല ഓക്കെ ആണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം.
ഓക്കെ ഓക്കെ, അപ്പം അത് വരയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെരിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. സ്പെരിക്കൽ വേവ് ഫ്രണ്ട് വരച്ചപ്പോൾ ഞാൻ ആകെ ഒറ്റ പ്ലെയിനിലുള്ള വേവ് ഫ്രണ്ടുകൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇതൊരു പോയിന്റ് സോഴ്സ് ആണ്. പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അത് എല്ലാ പ്ലെയിനിലും വേവ്ലെറ്റുകളും വേവ് ഫ്രണ്ടുകളും വേവുകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഒരൊറ്റ പ്ലെയിനിലുള്ളത് വെച്ചേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് 2 ഡയമെൻഷണൽ കൺസെപ്റ്റിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെച്ചോണം. ഞാൻ ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ തന്നെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം അതിന് 3 ഡയമെൻഷണൽ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞ് വരച്ചൊക്കെ കാണിച്ചത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയും. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയും. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? when the source of light is linear, all the points equidistant from the source lie on a cylinder. Therefore the wave front is cylindrical in shape. Cylindrical in shape. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോ കൂടെ അടുത്ത ക്ലാസ് മുതൽ കുറച്ച് വീഡിയോ കൂടെ ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് കത്തും. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് ആയിക്കോട്ടെ, വീഡിയോ കൂടെ ഞാൻ ഇന്നിപ്പോൾ എടുത്തിട്ടിട്ടില്ല. വീഡിയോ കൂടെ ഞാൻ ഇതിനകത്ത് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് നോക്കിക്കോളൂ. അപ്പം ഇതിന്റെ വേവ് ഫ്രണ്ട് എങ്ങനെ അറിയാം? ഇപ്പം നിങ്ങളുടെ ബൾബ് ട്യൂബ്, അതായത് ഇതിന്റെ സിലിണ്ടറിക്കൽ ഫോമിൽ ഇരിക്കുന്ന ഒരു ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ലീനിയർ ലൈറ്റ് സോഴ്സ് നേരെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നീളത്തിലിരിക്കുന്നത്, ഇതിന്റെ എങ്ങോട്ടൊക്കെ വെട്ടം ഉണ്ടാവും? നിങ്ങൾ ഇതിപ്പോ ഭിത്തിയെ പിടിപ്പിക്കുന്നതുകൊണ്ട് ആണ് എന്ത് എന്താണ് ഒരു 180 ഡിഗ്രിയിൽ എന്ത് ഉണ്ടാകുന്നത്? 180 ഡിഗ്രിയിലെല്ലാം എന്ത് ചെയ്യും? 180 ഡിഗ്രിയിൽ ഫുൾ വെട്ടം ഉണ്ടാവും ഭിത്തിയെ പിടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഭിത്തിയിലല്ല പിടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് ഫ്രെയിം എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ വേണ്ട ഇവിടെ ഒരു വയറും ഇവിടെ ഒരു വയറും കൊടുക്കുകയാണെങ്കിൽ ഈ ചുറ്റും വെട്ടം ഉണ്ടാവും. ശരിയല്ലേ? ആ ചുറ്റും വെട്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു വേവ് ഫ്രണ്ട് ഉണ്ടാവും. നോക്കിയോ, ഇവിടെ ഒരു വേവ് ഫ്രണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു റേ വരച്ചിട്ടേ വേവ് ഫ്രണ്ട് വരയ്ക്കാവൂ. പക്ഷെ ഞാൻ നേരെ തിരിച്ചാ വരയ്ക്കുന്നത്, എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ അടുത്ത വേവ് ഫ്രണ്ട് കണ്ടോ, ഇവിടെ അടുത്ത വേവ് ഫ്രണ്ട് കണ്ടോ, ഇവിടെ അടുത്ത, അങ്ങനെ ഓരോ പോയിന്റിലും ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം കണ്ടോ, ഈ ഒരു പോയിന്റിലെല്ലാം കണ്ടോ, ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇതെല്ലാം കണ്ടോ. ഇതിപ്പോ ഒരു സിലിണ്ടറിക്കൽ ഫോമിലായാലേ ഇവിടെ മറ്റേ റേസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ റേ എല്ലാ ഡയറക്ഷനിലും പോകുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ആലോചിച്ചോണം കേട്ടോ. ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലും ഈ വേവ് പോകുന്നുണ്ടെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോണം. കണ്ടോ, ഇവിടെ റേയും ഉണ്ട്. ആ റേയിലെ പോയിന്റ് എടുത്ത് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കണ്ടോ, ഇങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിങ്ങനെ സിലിണ്ടറിക്കൽ ഫോമിലാണ് വരുന്നത്. ഞാനൊരു സിലിണ്ടർ വരച്ചോട്ടെ. ഇതുണ്ട് കണ്ടോ, ഇതിപ്പോ ഒരു സിലിണ്ടറിക്കൽ ഫോമിലല്ലേ ഇരിക്കുന്നത് ഇതിന്റെ വേവ് ഫ്രണ്ട് എല്ലാം. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അത് വരയ്ക്കൊന്നും വേണ്ട, വരയ്ക്കാമെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. പകരം എന്താ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാകുന്ന ഒരു സോഴ്സ് എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇപ്പോഴല്ല നേരത്തെ. മൂന്നാമത്തേത് പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയും. പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയും. പ്ലെയിൻ വേവ് ഫ്രണ്ട്. എന്താണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്? പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then ഇങ്ങനെയാണ്. when the point source or linear source പോയിന്റ് സോഴ്സോ ആയിക്കോട്ടെ, അത് ദീർഘദൂര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ, linear source of light
is at very large distance. A small portion of spherical or cylindrical wavefront appears to be plane. Such a wavefront is called plane wavefront. അത് വേണമെങ്കിൽ റഫ് ആയിട്ട് ഒന്ന് വരച്ചിട്ടേക്കണം. ഞാൻ ഒരു സ്പെരിക്കൽ വെച്ചിട്ടാണ്, ഇപ്പം സൂര്യന്റെ വെട്ടം ഭൂമിയിലേക്ക് പതിക്കുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ തൊട്ടടുത്ത വേവുകളെല്ലാം ഇവിടുന്ന് എല്ലാ ഡയറക്ഷനിലോട്ടും കണ്ടോ, ഈ ഡയറക്ഷൻ ഉണ്ടോ, എല്ലാ ഡയറക്ഷനിലോട്ടും എന്തുണ്ട്, അങ്ങോട്ടും ഉണ്ടോ ഇങ്ങനെ വേവ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ താഴെ ഉണ്ടോ ഇങ്ങനെയും ഉണ്ടാകുന്നുണ്ട് വേവ്, എല്ലാ മുകളിലോട്ടും കണ്ടോ ഇങ്ങനെ. ഇതിങ്ങനെ നെറ്റ് പോലെ ഇങ്ങനെ ദൂരോട്ട് വരുന്ന സമയത്ത് ഇതിങ്ങനെ വികസിച്ച് വരുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും, അല്ല നമ്മുടെ ഭൂമിയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇത് ഫ്ലാറ്റ് ആയിട്ട് മാറും കണ്ടോ, ഇങ്ങനെ ഒരു ഇതായിട്ട് മാറും. ഇങ്ങനെ കൺസിഡർ ചെയ്യാം പ്ലെയിൻ. ഇത് ഇച്ചിരി വലുതായിട്ട് വരയ്ക്കണ്ട, ഞാനങ്ങ് ഇങ്ങനെ അങ്ങായിട്ട് മാറും. ഇതിന്റെ ഇടയ്ക്കത്തെ ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല, പകരം ഇതെന്തായിട്ട് മാറും, ഇതിങ്ങനെ സൂമായി വരുന്ന സമയത്ത് ഇത് ഒരു ലാർജ് കണ്ടോ ഇങ്ങനെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ട് മാറും കണ്ടേ. ഇതിന്റെ ഒരു കണ്ണി എന്ന് പറയും നമ്മൾ, ഈ ഒരു കണ്ണി വലുതായിട്ട് മാറും. അപ്പൊ ഇതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ്, ഇതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈ ഡയറക്ഷനിൽ സഞ്ചരിക്കും. അപ്പൊ ഇവിടെ ആലോചിച്ചോണം, ഇവിടെ ഇങ്ങനെയുള്ള എല്ലാ ഡയറക്ഷനിലും എന്തുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഇതിലും വേവ് ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം. ഇതിനെയാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അത് വേണമെങ്കിൽ റഫായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിട്ടേക്കണം. ഇത് സണ്ണാണെന്നും, സൺ ഒരു സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ഡയറക്ഷനിലോട്ടും സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്ന ഒരു സോഴ്സ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതിനകത്തുനിന്ന് ഒരു ചോദ്യമുള്ള ഒരു പോക്കറ്റിലോട്ട് ഇപ്പൊ തന്നെ ഇട്ട് തരികയാണ്. ഹൈജീൻസ് പ്രിൻസിപ്പിൾ അങ്ങോട്ട് ഇട്ട് തരിക. ഒന്നെങ്കിൽ 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ആണെങ്കിലും ഇതിനകത്ത് ഈ ഹൈജീൻസ് പ്രിൻസിപ്പിളിനെ പറ്റി ചോദിക്കുവേ. അപ്പം അത് ഒന്ന് ആലോചിക്കുക, അത് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, അത് കാണാപ്പാഠം പഠിക്കുക. അത് ഈ പറഞ്ഞ പോലെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ പറ്റത്തില്ല, പുള്ളിയുടെ തിയറി പുള്ളി പറഞ്ഞിരിക്കുകയാണ്, അത് കാണാതെ കൊണ്ട് പഠിക്കുക. ഹൈജീൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. അക്കോർഡിംഗ് ടു, അത് എഴുതിക്കോ, അക്കോർഡിംഗ് ടു എഴുതിയിട്ട് പറയാം. അക്കോർഡിംഗ് ടു ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഒന്നെന്ന് എഴുതിയിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈച്ച് പോയിന്റ് ഓൺ എ ഗിവൺ വേവ് ഫ്രണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയാം. പ്രൈമറി വേവ് ഫ്രണ്ട് എന്താന്നുള്ള കാര്യം പറഞ്ഞുതരാൻ തൽക്കാലം എഴുതിയെടുത്തു. പ്രൈമറി വേവ് ഫ്രണ്ട് ഈസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. സെക്കൻഡറി ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി വേവ് ഫ്രണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി വേവ് ലെങ്ത്. ഈച്ച് പോയിന്റ് ആണ് ഗിവൺ വേവ് ഫ്രണ്ട് ഈസ് സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ്. അതിനെ നമുക്ക് സെക്കൻഡറി വേവ് ലെങ്ത് എന്ന് എടുക്കാം. സെക്കൻഡറി വേവ് ലെങ്ത്. ആൻഡ് the wavelets
wavelets emanating എന്ന് പറയുമ്പോൾ സ്പ്രെഡ് ഔട്ട് ചെയ്യാം, emanating from these points in all direction with the speed of wave. ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെ പഠിക്കുക, ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ഞാനതിപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവസാനം മനസ്സിലാവും, ഞാനത് വരച്ച് കാണിക്കുമ്പോൾ. എന്നിട്ട് രണ്ടെന്ന് എഴുതിയിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത് ഇങ്ങനെയാണ്: എ സർഫസ് touching these secondary wavelets tangentially in the forward direction at any instant gives the new wave front at any instant, at that instant. This is called secondary wave front. Secondary wave front. Emanating എന്നാണ്, EMANATING. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇതൊന്ന് എഴുതിക്കോളൂ, ഇതൊന്ന് എഴുതിയിട്ട് ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഈ ഹൈജീൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഈച്ച് പോയിന്റ് ഓൺ എ ഗിവൺ വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഞാൻ ആ ഒരു വേവ് ഫ്രണ്ടിന്റെ പകുതി സൈഡേ വരയ്ക്കുന്നുള്ളേ. ഇതൊരു പോയിന്റ് സോഴ്സ്, എല്ലാവരും ശ്രദ്ധിച്ചോണം, ഇതൊരു പോയിന്റ് സോഴ്സ്. ഈ പോയിന്റ് സോഴ്സിൽ നിന്ന് ഒരു വേവ് ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു വേവ് ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടായി. ഞാൻ ഇതിനകത്തെ എൻ്റെ റേസ് ഒന്നും വരയ്ക്കുന്നില്ലേ, വേവ് ഫ്രണ്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. വേവ് ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടായെന്ന് വിചാരിക്കുക. ഈ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുകളും കണ്ടോ, ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുക്കാം, അടുത്തടുത്താണ് പോയിന്റ്, ഞാൻ ഇച്ചിരി അകത്തി എടുക്കുകയാണ്. ഒരു പോയിന്റ് ഇവിടെ എടുക്കാം, ഒരു പോയിന്റ് ഇവിടെ എടുക്കാം, ഒരു പോയിന്റ് ഇവിടെ എടുക്കാം. ഇതിനകത്തെ ഓരോ പോയിന്റും സെക്കൻഡറി വേവ്ലെറ്റുകൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. സെക്കൻഡറി വേവ്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടേ, ഇങ്ങനെ ചെറിയ കണ്ടോ, ഇങ്ങനെ ചെറിയ വേവ്ലെറ്റുകൾ കണ്ടോ, ഇതിനെയാണ് സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും ഞാൻ ഓരോ പോയിന്റ് തൊട്ടടുത്ത് കിടക്കുന്ന കുറെ പോയിന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഞാൻ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഇച്ചിരി അകത്തി വരച്ചിരിക്കുവല്ല കണ്ടോ. ഇതിനെയാണ് സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സെക്കൻഡറി വേവ്ലെറ്റിലെ ഒരു കോമൺ പോയിന്റ് എടുത്തിട്ട് അതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വര വരയ്ക്കുമ്പോഴാണ് അത് സെക്കൻഡറി വേവ് ഫ്രണ്ട് ആയിട്ട് മാറുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടോ, ഇതിങ്ങനെ വന്ന് സോറി, ഇത് വേവ് ഫ്രണ്ട് ഇത് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലോട്ടും ഉണ്ട്. പക്ഷെ ഞാൻ മുകളിലോട്ട് ഫോർവേഡ് ഡയറക്ഷനിലത്തെ കാര്യമാണ് പുള്ളി പറയുന്നത്. അതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ടാണ് ആ ബാക്കിലോട്ടുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യാത്തതെന്നുള്ള കാര്യമുണ്ട്. അതിനൊരു ആൻസർ ഉണ്ട്, അത് പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. അപ്പം ഇത് ഇങ്ങനെ വന്ന് കണ്ടോ, ഇതിനെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതെന്താ, അത് അതിന്റെ സെക്കൻഡറി വേവ് ഫ്രണ്ട് ആവും. ഞാൻ ഈ പ്രൈമറിനെ നമ്മൾ കെമിസ്ട്രിയിൽ റെപ്രസെന്റ് ചെയ്യുന്നല്ലോ, 1 മണ്ടയ്ക്ക് നോട്ടെന്ന് ഇടുകയാണ്. ഇതെന്ന് പറയുന്നത് പ്രൈമറി വേവ് ഫ്രണ്ടും ഇത് എന്ന് പറയുന്നത് സെക്കൻഡറി വേവ് ഫ്രണ്ടുമാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി വേവ്ലെറ്റ് ഇതാണ്. ഇനി ഇതേപോലെ തന്നെയാണ് എന്ത് വരുന്നത്, അടുത്തതും വരുന്നത്. അടുത്ത എന്താ,
അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സെക്കൻഡറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുകളും എന്താണ് പുതിയ പുതിയ ടെറിഷറി വേവ്ലെറ്റുകൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ പോകുന്നു. അടുത്ത എന്താ ഇങ്ങനെ പോകുന്നു. അടുത്തതും ഇങ്ങനെ പോകുന്നു. അടുത്തതും ഇങ്ങനെ പോകുന്നു. അടുത്തത് ഇങ്ങനെ പോകുന്നു. ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ലൈൻ വരച്ചാൽ കണ്ടോ, അപ്പോൾ ഉണ്ടാകുന്നത് അതിന്റെ ടെറിഷറി വേവ് ഫ്രണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ തൽക്കാലം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ വരച്ചിട്ട് ഈ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ബാക്കിയുള്ള എല്ലാം തന്നെ ഇങ്ങനെ വര മാത്രം ഇട്ടാൽ മതി. അത്രേ ഉള്ളൂ. ഇത് ഹൈജീൻസ് പ്രിൻസിപ്പിൾ പറയുന്ന കൺസെപ്റ്റ് ആണിത്. പുള്ളി പറയുന്നത് ഓരോ വേവ് ഫ്രണ്ടിലെയും ഓരോ പോയിന്റ് പുതിയ പുതിയ സെക്കൻഡറി വേവ്ലെറ്റുകൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ആ വേവ്ലെറ്റുകൾ എല്ലാം കൂടെ ആ വേവ്ലെറ്റിന്റെ കോമൺ പോയിന്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് പുതിയ വേവ് ഫ്രണ്ട് ആയിട്ട് മാറും. ഇനി ആ പുതിയ വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നതിലെ ഓരോ പോയിന്റുകളും പുതിയ പുതിയ വേവ്ലെറ്റുകൾ ഉണ്ടാക്കും. ആ വേവ്ലെറ്റുകളെ കോമൺ പോയിന്റ് ചേർത്തിട്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അടുത്ത വേവ് ഫ്രണ്ട് ഉണ്ടാകും. അങ്ങനെയാണ് അത് പോകുന്നതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത്രയോ. വേണമെങ്കിൽ ഇത് മാർക്ക് ചെയ്തോണം. ഇത് പോയിന്റ് സോഴ്സ് ആണ്. അതേപോലെ തന്നെ പേര് കൊടുക്കാൻ വേണമെങ്കിൽ എന്താ എ ബി എന്ന് കൊടുത്തിട്ട് വേണമെങ്കിൽ എ ബി എന്ന് പറയുന്നത് പ്രൈമറി വേവ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്തോണം. പ്രൈമറി വേവ് ഫ്രണ്ട് ആണ്. അതേപോലെ തന്നെ അടുത്തത് എ ബി സി ഡി എന്ന് കൊടുത്തിട്ട് സി ഡി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി വേവ് ഫ്രണ്ട് ആണ് എന്നുള്ള കാര്യം വേണമെങ്കിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്തോണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഈ പടം വരയ്ക്കണമെന്ന് പോലും നിർബന്ധമില്ല. ഞാൻ അത് മനസ്സിലാവാൻ വേണ്ടി പടം വരച്ച് കാണിച്ചതന്നേ ഉള്ളേ. പരീക്ഷയ്ക്ക് നിങ്ങൾ ഹൈജീൻ പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോൾ പടം വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വരച്ചാൽ കുഴപ്പമില്ല, വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം കൂടെ പഠിപ്പിച്ചിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഈ റേയുടെ റിഫ്ലക്ഷന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റേയുടെ റിഫ്രാക്ഷന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്ലെയിൻ മിററിൽ കൂടെ നടക്കുന്ന റേയുടെ റിഫ്ലക്ഷനും ഒരു പ്ലെയിൻ സർഫസിൽ നടക്കുന്ന റേയുടെ റിഫ്രാക്ഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വേവ് ഫ്രണ്ടിന്റെ റിഫ്ലക്ഷനെയും വേവ് ഫ്രണ്ടിന്റെ റിഫ്രാക്ഷനെയും പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. അതിവിടെ പഠിക്കാൻ പോവാണ്. എപ്പോഴും ആലോചിച്ചോണം. കുറെ കാര്യങ്ങൾ ഇത് പഠിക്കുന്നതിന് മുമ്പേ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് അല്ല, ഒരു കാര്യം ഇത്ര എഴുതി ഒന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ഇത്ര ഒന്ന് എഴുതി ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അത് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇത് മനസ്സിലാകാതെ അടുത്തതിലോട്ട് പോകത്തില്ല. അടുത്ത നെക്സ്റ്റ് ഇതാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഹൈജീൻ പ്രിൻസിപ്പിൾ തൊട്ടാണ്. ഹൈജീൻ പ്രിൻസിപ്പിൾ, അത് കഴിഞ്ഞ് റിഫ്ലക്ഷൻ ഓഫ് വേവ് ഫ്രണ്ട്, റിഫ്രാക്ഷൻ ഓഫ് വേവ് ഫ്രണ്ട്, ഫ്രീക്വൻസി, ഒരു മീഡിയത്തിൽ നിന്ന് ഒരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു വേവ് ഫ്രണ്ടിന്റെ അല്ല ഒരു ലൈറ്റ് വേവിന്റെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ, ഇന്റൻസിറ്റി മാക്സിമം ആവുന്നത് മിനിമം ആവുന്നത് എങ്ങനെയാണ്, രണ്ട് ലൈറ്റ് വേവ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇന്റർഫറൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവും. അത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൂടെയും സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൂടെയൊക്കെയാണ് ഈ പല പല ലൈറ്റിന്റെ സ്വഭാവങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇന്റർഫറൻസിന്റെ ഡെറിവേഷൻ പഠിക്കാനില്ല, ഡിഫ്രാക്ഷന്റെ ഡെറിവേഷൻ പഠിക്കാനില്ല. ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം അത് പഠിച്ചാൽ മതി. കാരണം 2 വർഷം മുമ്പ് അതിന്റെ ഡെറിവേഷൻസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡെറിവേഷൻസ് പഠിക്കണ്ട. ഇന്റർഫറൻസ് ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുമായിരിക്കും, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഓക്കെ, ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഈ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഈ ഫ്രീക്വൻസിയുടെയും കൂടെ അടുത്ത ക്ലാസ്സിൽ 3 ഡെറിവേഷൻ ഒരുമിച്ച് പഠിപ്പിക്കാം. ഞാൻ ഒരു ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പഠിപ്പിക്കുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങളൊന്നും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയണം. അതൊന്ന് പറയാണ്. നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം, ഒരു വേവ് ഫ്രണ്ടും വേവും ഇപ്പൊ എത്ര വേവ് ഇതേൽ ഇങ്ങനെ വരച്ചാലും ആ വേവ് ഫ്രണ്ടും വേവും തമ്മിൽ
90 ഡിഗ്രി ആണെന്നുള്ള കാര്യം അത് മനസ്സിലാക്കുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു വേവ് ഫ്രണ്ട് റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് വന്ന് ഇതിലോട്ട് വന്ന് വീഴുക. റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ വന്ന് ഇത് വീണ്ടും റിഫ്ലക്ഷൻ നടന്നിട്ട് ഇത് ഈ ഡയറക്ഷനിൽ പോകണം. അപ്പോൾ വേവ് ഫ്രണ്ട് തന്നെ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ രണ്ട് സൈഡിലെ റേ വരച്ചിട്ട് ആ റേക്ക് റിഫ്ലക്ഷൻ സംഭവിക്കുന്നതിന്റെ രീതിയിലാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവും, ആ കൺഫ്യൂഷൻ ഒഴിവാക്കണം. ഓക്കെ, ഇനിയും റിഫ്ലക്ഷൻ വേവിന് റിഫ്ലക്ഷൻ നടന്നു നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അതാണ് അടുത്ത ഒരു ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി റിഫ്രാക്ഷന്റെ കേസ് വരുവാണെങ്കിൽ ഒരു വേവ് ഫ്രണ്ട് തന്നെ ഇങ്ങനെ വന്ന് വീഴുവാണെങ്കിൽ റിഫ്രാക്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്നെങ്കിൽ വേവ് ഈ ഡയറക്ഷനിലോ അല്ലെങ്കിൽ വേവ് ഈ ഡയറക്ഷനിലോ ആയിരിക്കും പോകുന്നത്. നമുക്കറിയാലോ, ഒരു ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ റെയറിൽ നിന്ന് ഡെൻസറിലോട്ടാണെങ്കിൽ ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് നോർമലും ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണെങ്കിൽ ഇറ്റ് ബെൻഡ് അവേ ഫ്രം ദി നോർമലായിരിക്കും. ആ സെയിം കൺസെപ്റ്റ് ഈ വേവ് ഫ്രണ്ടിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലും ഒക്കെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് അടുത്ത സെഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നോക്കിയോ, ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നോക്കിയോ, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിങ്ങനെ നിർത്താം. അപ്പൊ നാളെയും ഫിസിക്സ് തന്നെ വെക്കാം. നാളെ ക്ലാസ് ഉണ്ടാവേ, നാളെ വൈകിട്ട് ഓൺലൈൻ ക്ലാസ് തന്നെ ഉണ്ടാവും. ഫിസിക്സ് വെക്കാം. അത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ 3 ഡെറിവേഷൻ, അതായത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, മറ്റേ ഫ്രീക്വൻസി ഡിഗ്രി, ഇത് ഒരുമിച്ച് പഠിപ്പിക്കുവേ. 3 നാളെ തീർക്കും. അങ്ങനെ മൊത്തം ഈ 3 ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ തീരും. ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ആവാം. So what's the difference between wavefront and wavelets? Difference between wavefront and wavelets. Yes, sir. അതായത് ഇതൊരു വേവ് ഫ്രണ്ട് ആണ്. ഇതിലെ ഓരോ പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ജസ്റ്റ് അടുത്തടുത്തുള്ള പോയിന്റ് ആണ് ഞാൻ അകത്തി വരയ്ക്കുകയാണ്. ഈ പോയിന്റുകൾ പുതിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഈ പുതിയ ഡിസ്റ്റർബൻസിനെയാണ് വേവ്ലെറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ വേവ്ലെറ്റിലെ ഒരു കോമൺ പോയിന്റ് ഞാൻ എടുക്കുന്നു. കണ്ടോ, ഈ കോമൺ പോയിന്റ് എടുക്കുന്നു. ഈ കോമൺ പോയിന്റ് ചേർത്ത് ഒരു വര വരയ്ക്കുമ്പോഴാണ് അവിടെ അടുത്ത വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഹൈജീൻസിന്റെ കൺസെപ്റ്റ്. നമ്മൾ സാധാരണ ഒരു വേവ് ഫ്രണ്ട് വന്നു, അടുത്ത വേവ് ഫ്രണ്ട് വന്നു, അടുത്ത വേവ് ഫ്രണ്ട് വന്നു, ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് സെക്കൻഡറി വേവ്ലെറ്റുകൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ള കാര്യം പുള്ളി പറയുന്നു. മനസ്സിലായോ? ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഈ നോട്ട് എഴുതിയ സാധനം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഞാൻ നാളെ അതിന് മുമ്പ് കുറച്ച് വീഡിയോസ് അയച്ചു തരാം. അത് കണ്ടിട്ട് അടുത്ത ക്ലാസ്സിന് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ചെറിയ വീഡിയോ, ഷോർട്ട് വീഡിയോസ്. അപ്പൊ എന്നാ ഇങ്ങനെ നിൽക്കട്ടെ, അടുത്ത ക്ലാസ്സിൽ. Okay, sir. Thank you, sir.